സോ ഹേ ഗൈസ്, സാംസങ് ഗാലക്സി S23 ജനുവരിൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് വന്നതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങൾ കാണാൻ കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. പക്ഷേ അതിന് മുമ്പേ നിങ്ങൾ എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കില്ല. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് ഇതിൻ്റെ പെർഫോമൻസിനെ പറ്റി നോക്കാം. പെർഫോമൻസ് വൈസ് നോക്കുകയെന്ന് വെച്ചാൽ സാംസങ് ഗാലക്സി S23 ജനുവരിൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് വന്നതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഫോൺ കുറച്ചും കൂടി സ്മൂത്തായി തോന്നുന്നുണ്ട്. അതേമാതിരി ഞാൻ വലിയ ഹാർഡ് കോർ ഗെയിമറൊന്നുമല്ല, എന്നാലും ഇവിടെ കാഷ്വലായിട്ട് ഞാൻ കോൾ ഓഫ് ഡ്യൂട്ടിയും അതേമാതിരി അസ്ഫാൾട്ടിൻ്റെ ഗെയിംസൊക്കെ കളിച്ച് നോക്കിയപ്പോൾ ഗെയിമിങ്ങിലും കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് തോന്നിയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ നിങ്ങൾ വലിയ ഹാർഡ് കോർ ഗെയിമറൊക്കെ ആണെങ്കിൽ നിങ്ങൾ കളിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് വലിയ ഇമ്പ്രൂവ്മെൻറ്റ് തോന്നുന്നുണ്ടോ ഇല്ലയോ എന്ന് താഴത്തെ കമൻറ്റ് ബോക്സിൽ എഴുതുക. അടുത്തത് ഹീറ്റിംഗ് ഇഷ്യൂവിനെ പറ്റി പറയാമെന്ന് വെച്ചാൽ ഞാൻ നോർമൽ ടാസ്ക് ചെയ്യുമ്പോൾ ലൈക്ക് വൈഫൈ നെറ്റ്വർക്കിൽ ഫോൺ തീരെ ചൂടാവാറില്ല, ചെറുതായിട്ട് വാമും ആവാറില്ല. അതേ സമയത്ത് ഞാൻ 4G നെറ്റ്വർക്കിൽ ജിയോൻ്റെ 4G നെറ്റ്വർക്ക് യൂസ് ചെയ്യുമ്പോൾ ഇൻസ്റ്റഗ്രാമിൽ റീൽസൊന്ന് ഇത്തിരി സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോഴേക്കും ഈ സൈഡ് അലുമിനിയം ഫ്രെയിം ഉണ്ടല്ലോ അവിടെ ചെറുതായിട്ടൊന്ന് വാമായി തോന്നിക്കും. അതേ സമയത്ത് ഞാൻ 5G നെറ്റ്വർക്കിൽ S23 യൂസ് ചെയ്യുമ്പോൾ ഒരു 10 മിനിറ്റ് യൂസ് ചെയ്യുമ്പോൾ ഫോൺ നന്നായിട്ട് ഈ അലുമിനിയം ഫ്രെയിം ചൂടായ മാതിരി തോന്നിക്കുന്നുണ്ട്, ഈ സൈഡിലത്തെ അലുമിനിയം ഫ്രെയിം. പിന്നെ അലുമിനിയം ഫ്രെയിം ആയതുകൊണ്ടാണ്, ഇപ്പോൾ പ്ലാസ്റ്റിക് ഫ്രെയിം ആണെങ്കിൽ അത്ര ചൂടായി തോന്നിക്കില്ല. അതേമാതിരി ഞാൻ ഈ ജനുവരിയുടെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റിൻ്റെ മുമ്പേ 4G നെറ്റ്വർക്കിൽ ഞാൻ റീൽസ് സ്ക്രോൾ ചെയ്യുക അതേമാതിരി യൂട്യൂബ് വീഡിയോസൊക്കെ കാണുമ്പോൾ അങ്ങനെ ഫോണ് വാം ആവുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ ജനുവരിയുടെ അപ്ഡേറ്റിന് ശേഷമാണ് എനിക്ക് ചെറുതായിട്ടൊന്ന് വാമായി തോന്നിക്കുന്നത് 4G നെറ്റ്വർക്കിൽ. 5G നെറ്റ്വർക്കിൽ നന്നായിട്ടൊന്ന് ചൂടാവുണ്ട് ഈ അലുമിനിയം ഫ്രെയിം. ഇനിയിപ്പോൾ അടുത്ത ഗ്രീൻ ലൈൻ ഇഷ്യൂവിനെ പറ്റി നോക്കാം. അപ്പോൾ ഗ്രീൻ ലൈൻ ഇഷ്യൂവിനെ പറ്റി നോക്കാമെന്ന് വെച്ചാൽ എൻ്റെ S23 ഇതുവരെ ഒരു ഗ്രീൻ ലൈൻ ഇഷ്യൂ വീണിട്ടില്ല. പക്ഷേ ഞാൻ ട്വിറ്ററിൽ പോയി ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ കുറേ പേർക്ക് ഗ്രീൻ ലൈൻ ഇഷ്യൂ അല്ല ഇപ്പോൾ വരുന്നത്, ഇപ്പോൾ പിങ്ക് ലൈൻ ഇഷ്യൂ ആണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഫോൺ നന്നായിട്ട് സൂക്ഷിച്ച് വെക്കുക, നല്ലൊരു ടെമ്പർ ഗ്ലാസ് ഒട്ടിക്കുക, നല്ലൊരു ബാക്ക് കേസ് ഇടുക. ഇപ്പോൾ ഫോണിൽ വലിയ ഡെൻറ്റോ സ്ക്രീനിൽ വലിയ സ്ക്രാച്ചസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ ലൈൻ ഇഷ്യൂ വരികയാണെന്ന് വെച്ചാൽ അവർ ഡയറക്റ്റ്ലി റിജക്റ്റ് ചെയ്യും. ഫോണിൽ സ്ക്രാച്ചസോ ഡെൻസോ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം ഇത് സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നിരിക്കുന്നത്, പിങ്ക് ലൈൻ ഇഷ്യൂ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫ്രീ ആയിട്ട് എന്തായാലും സ്ക്രീൻ റീപ്ലേസ് ചെയ്ത് തരണം, ഇത് എൻ്റെ തെറ്റുകൊണ്ട് പറ്റിയതല്ലാണ്. എന്നാലും അവർ റിജക്റ്റ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ സാംസങ്ങിൻ്റെ കസ്റ്റമർ കെയറിലേക്ക് വിളിക്കുക, അവരോട് കാര്യങ്ങൾ പറയുക. എന്നിട്ടും കാര്യം നടക്കണില്ലെങ്കിൽ നിങ്ങൾ ട്വിറ്ററിൽ പോവുക, ട്വിറ്ററിൽ പോയിട്ട് ട്വീറ്റ് ചെയ്യുക. ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്തിട്ടും ഒരു കാര്യം നടക്കണില്ലെങ്കിൽ ഡയറക്റ്റ് കൺസ്യൂമർ കോർട്ടിൽ പോവുക, കേസ് കൊടുക്കുക. അപ്പോൾ അവരെന്തെങ്കിലും ചെയ്യണതായിരിക്കും. പിന്നെ കേസ് കൊടുക്കാൻ മടിയാണെങ്കിൽ ഇതിൻ്റെ സർവീസ് സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ 12,000 രൂപ കൊടുക്കുക, അവർ സ്ക്രീൻ റീപ്ലേസ് ചെയ്ത് തരുന്നതായിരിക്കും. S23 ഡിസ്പ്ലേയുടെ പ്രൈസാണ് 12,000. ഇനിയിപ്പോൾ അടുത്ത ബാറ്ററി ലൈഫിനെ പറ്റി പറയുകയാണെന്ന് വെച്ചാൽ ഞാൻ ചെറുതായിട്ടൊരു ടെസ്റ്റ് ചെയ്ത് നോക്കി. ഇപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഡിസംബറിൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് വന്നപ്പോൾ തന്നെ ഇതിനെ ബാറ്ററി ചെറുതായിട്ട് ഡൗൺ ഗ്രേഡ് ആയിട്ടുണ്ടെന്ന്. പക്ഷേ ഈ ജനുവരിൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് വന്നതിന് ശേഷം ഞാൻ ഒരു ദിവസം ഫുൾ വൈഫൈയിലാണ് യൂസ് ചെയ്തത്. അപ്പോൾ എനിക്കൊരു 6 to 6.5 hours സ്ക്രീൻ ഓൺ ടൈമാണ് കിട്ടിയത്. അതേ സമയത്ത് ഞാൻ ഒരു ദിവസം ഫുൾ 4G ഡാറ്റയിലാണ് യൂസ് ചെയ്തത്, ജിയോൻ്റെ 4G ഡാറ്റയിൽ. അതിലെനിക്ക് ഒരു 5.5 hours സ്ക്രീൻ ഓൺ ടൈമാണ് കിട്ടിയത്. അതേ സമയത്ത് ഞാൻ ഫുൾ ടൈം 5Gയിൽ യൂസ് ചെയ്തപ്പോൾ എനിക്ക് വെറും 4 to 4.5 hours സ്ക്രീൻ ഓൺ ടൈമാണ് കിട്ടിയത് എൻ്റെ S23. അപ്പോൾ എന്തായാലും ബാറ്ററിയിൽ വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും കാണാൻ കിട്ടിയിട്ടില്ല. അപ്പോൾ വൈഫൈ നിങ്ങൾ ഫുൾ ടൈം യൂസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു 6 to 6.5 hours സ്ക്രീൻ ഓൺ ടൈം കിട്ടും ഒരു ആവറേജ് യൂസേജിൽ. ഒരു ഹാർഡ് കോർ യൂസേജൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു 5 hours സ്ക്രീൻ ഓൺ ടൈമേ കിട്ടുള്ളൂ. നിങ്ങളുടെ ഫോണിൽ നന്നായിട്ട് ബാറ്ററി ഡ്രെയിൻ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക, അതിന് വേണ്ടിയിട്ട് സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയിട്ട് ബാറ്ററിയിൽ പോവുക. ബാറ്ററിയിൽ പോയി കഴിഞ്ഞിട്ട് ഇവിടെ ബാറ്ററി യൂസേജ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ താഴത്ത് വ്യൂ ഡീറ്റെയിൽസ് ഉണ്ടാവുമല്ലോ, അങ്ങനെ ഓരോരോ ആപ്ലിക്കേഷനിൽ പോയിട്ട് ചെക്ക് ചെയ്യുക ബാക്ക്ഗ്രൗണ്ട് ആപ്ലിക്കേഷൻ എത്ര ബാറ്ററി ഡ്രെയിൻ ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ ഞാൻ വാട്സാപ്പ് എടുക്കുകയാണ്. ഇപ്പോൾ ടോട്ടൽ യൂസേജ് ടൈം 1 hour 2 minutes ആണ്, ബാക്ക്ഗ്രൗണ്ടിൽ ഇത് 45 minutes ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുക. ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ എൻ്റെ ഫോണിൽ ഫേസ്ബുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഫേസ്ബുക്ക് ഞാൻ ഒരു 15 minutes യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, പക്ഷേ അത് 3 hours 42 minutes ബാക്ക്ഗ്രൗണ്ടിൽ റൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഫേസ്ബുക്ക് നന്നായിട്ട് ബാറ്ററി ഡ്രെയിൻ ചെയ്യേണ്ടായിരുന്നു എൻ്റെ ഫോണിൽ. അതുകൊണ്ട് ഫേസ്ബുക്ക് തന്നെ ആവണമെന്നില്ല, നിങ്ങൾ എല്ലാ ആപ്ലിക്കേഷനും ചെക്ക് ചെയ്തിട്ട് നോക്കുക ബാക്ക്ഗ്രൗണ്ടിൽ ആ ആപ്പ് എത്ര നേരം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ആ ആപ്ലിക്കേഷൻ നിങ്ങളൊരു 15 minute യൂസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, പക്ഷേ 4 മണിക്കൂറിൽ 5 മണിക്കൂറിൽ 3 മണിക്കൂർ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ ആ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യുക. ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക,
നിങ്ങൾ ബാറ്ററിയിൽ തന്നെ പോയിട്ട് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് യൂസേജ് ലിമിറ്റ്സ് ഉണ്ട്, അവിടെ ഡീപ്പ് സ്ലീപ്പിംഗ് ആപ്ലിക്കേഷൻ ഉണ്ട്, അവിടെ ആ ആപ്ലിക്കേഷനെ ആഡ് ചെയ്യുക. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ ആപ്ലിക്കേഷൻ എക്സിറ്റ് ആയി ഉടൻ തന്നെ അത് ബാക്ക്ഗ്രൗണ്ട് വർക്ക് ചെയ്യണമെന്ന് നിൽക്കും. അപ്പോൾ അങ്ങനെ ചെയ്ത് വെക്കുക. ഇനിയിപ്പോൾ അടുത്ത ക്യാമറേനെ പറ്റി നോക്കാം. ക്യാമറേനെ പറ്റി നോക്കാമെന്ന് വെച്ചാൽ ഈ അപ്ഡേറ്റിന് ശേഷം ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. 50 മെഗാ പിക്സലിൻ്റെ മോഡിൽ വെച്ചിട്ട് ഫോട്ടോസ് എടുക്കുമ്പോൾ, ഹ്യൂമൻ സബ്ജക്റ്റിൻ്റെ ഫോട്ടോസ് എടുക്കുമ്പോൾ ഒരു റെഡിഷ് ടോൺ കാണാൻ കിട്ടുന്നുണ്ട്. അതെങ്ങനെയാണ് മാറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 50 മെഗാ പിക്സലിൽ വെച്ചിട്ട് ഫോട്ടോ എടുക്കേണ്ട ഒരു ആവശ്യമില്ല. ബിക്കോസ് 12 മെഗാ പിക്സലിൽ എടുക്കുന്ന ഫോട്ടോസിലാണ് സാംസങ് നന്നായിട്ട് പ്രോസസ്സ് ചെയ്തിട്ട് ഇമേജസ് തരുന്നത്. അത് നല്ല ക്വാളിറ്റിയുള്ള ഇമേജസ് ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ പറയും നല്ല ഡീറ്റെയിലായ ഇമേജസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് 50 മെഗാ പിക്സലിൽ എടുക്കുന്നത്. അത്ര വലിയ ഡീറ്റെയിലൊന്നും ഇമ്പ്രൂവ് ആവാറില്ല 50 മെഗാ പിക്സലും 12 മെഗാ പിക്സലും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. നിങ്ങൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കുക, അത്ര വലിയ ഡീറ്റെയിലിൽ വ്യത്യാസമൊന്നും കാണാറില്ല. ഇപ്പോൾ ടെലിഫോട്ടോ ലെൻസിനെ പറ്റി പറയുകയെന്ന് വെച്ചാൽ ഇതിന് മുമ്പത്തെ അപ്ഡേറ്റിൽ ഞാൻ പറഞ്ഞിരുന്നു, ലോ ലൈറ്റ് കണ്ടീഷൻസിൽ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ടെലിഫോട്ടോ ലെൻസ്. ലൈക്ക് പോർട്രേറ്റ് ഷോട്ട്സ് എടുക്കില്ലേ നമ്മൾ 3x വെച്ചിട്ട്, അപ്പോൾ നന്നായിട്ട് ലോ ലൈറ്റ് കണ്ടീഷൻസിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഡേ ലൈറ്റ് കണ്ടീഷൻസിൽ നല്ല പെർഫെക്റ്റായ ഇമേജസാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഡേ ലൈറ്റിലാണ് 3x പോർട്രേറ്റ് മോഡലിൽ ഫോട്ടോസൊക്കെ എടുക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ടാവും കിട്ടുന്നത്. പക്ഷേ ലോ ലൈറ്റ് കണ്ടീഷൻസിൽ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, 4K 60 FPS നമ്മൾ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ എടുക്കുമ്പോൾ അത് ഫ്രണ്ട് ക്യാമറയിൽ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ അത് 30 FPS മാറേണ്ടതാണ്, 4K 30 FPS. അപ്പോൾ ക്യാമറ സ്വിച്ച് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി 30 FPS ആവേണ്ടതെന്നാണ് പറയണത്. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്, ആദ്യം തന്നെ നമ്മൾ ബാക്ക് ക്യാമറ യൂസ് ചെയ്ത് ഫ്രണ്ട് ക്യാമറ ഓൺ ആക്കുക. ഫ്രണ്ട് ക്യാമറയിൽ 4K 60 FPS ഓൺ ആക്കുക. 4K 60 FPS ഓൺ ആക്കിയിട്ട് പിന്നെ നിങ്ങൾ ക്യാമറ സ്വിച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് 4K 60 FPS കിട്ടുക. നിങ്ങൾ വൈഡ് ആംഗിൾ ആയിക്കോട്ടെ, ടെലിഫോട്ടോ ലെൻസ് ആയിക്കോട്ടെ, ഫ്രണ്ട് ക്യാമറ ആയിക്കോട്ടെ, ബാക്ക് ക്യാമറ ആയിക്കോട്ടെ, നിങ്ങൾക്ക് 60 FPS കിട്ടുക. 30 FPS സ്വിച്ച് ചെയ്യില്ല. ഇതൊക്കെയായിരുന്നു മാറ്റങ്ങൾ കാണാൻ കിട്ടിയത് ഇൻ ജനുവരി സെക്യൂരിറ്റി പാച്ച് ഇൻ സാംസങ് ഗാലക്സി S23. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്